വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്സിൻ്റെ എൻട്രി സീക്രട്സിനെ പറ്റിയാണ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഓർഡർ ബ്ലോക്ക് എൻട്രി സീക്രട്ടിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റഡിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ തോട്ട് പ്രോസസ്സ് പോകേണ്ടത് എന്നുള്ളത് ഒരു ഡിഫറൻറ്റ് ഡയമെൻഷനിൽ മാർക്കറ്റിനെ നോക്കി കാണാൻ വേണ്ടി പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഓൾഡ് ഐഡിയാസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് എൻട്രി സീക്രട്സ് പാർട്ട് 2. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ അല്ല. ബിക്കോസ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനും നമുക്ക് ആ 3 മാസം പുറകിലുള്ള കിട്ടത്തില്ല. ബിക്കോസ് അതിൻ്റെ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു ടൈം ഫ്രെയിം കുറയുന്നതോറും നമുക്ക് ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ നമ്പർ ഓഫ് ക്യാൻഡിൽസ്റ്റിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് എടുക്കാം. ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് ആകുമ്പോഴത്തേനും കുഴപ്പമില്ല. കാരണം നമുക്കിത് അമേരിക്കൻ മാർക്കറ്റിൻ്റെയാണ് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. WTI എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ബ്ലാക്ക് ബുൾ എന്ന് പറയുന്നത്. സോ നമ്മളുടെ നിയമപ്രകാരം നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്കിത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. അപ്പം ഈ ചാർട്ട് ഏതാണെങ്കിലും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് നോക്കേണ്ടതാണ്, നമുക്കൊരു ഐഡിയൽ എൻട്രി സെനാരിയോ ഫോം ചെയ്യുന്നത് എവിടെയാണ് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഇനി നമുക്ക് കുറേ പുറകോട്ട് പോകാം. ജൂൺ മാക്സിമം നമുക്ക് എവിടെ വരെ പുറകിലോട്ട് കിട്ടുന്നത് അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. സോ 3 മിനിറ്റിൻ്റെയാണ്. ഇപ്പോൾ 1 മിനിറ്റിൻ്റെ നമ്മൾ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം വളരെ കുറവായുണ്ട്. നമ്മളെ സംബന്ധിച്ച് വോളിയം ഇടയ്ക്കിടയ്ക്ക് 24 hours മാർക്കറ്റാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് വോളിയം ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ഫോർമേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ പുറകോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വരിക. ലാസ്റ്റ് കിട്ടുന്ന ചാർട്ട് ഇവിടെ വെച്ചാണ് നോക്കുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ക്ലബ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു വോളിയം പ്ലസ് പ്രൈസ് ആക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അതിനകത്തോട്ട് ചിന്തിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ ഒരു കഥ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ മാർക്കറ്റിൻ്റെ കറണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഫ്ലോ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ എവിടെ വെച്ചായിരിക്കണം നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെറുതെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഓർഡർ ബ്ലോക്കെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത്, നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സോ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പം ഈ ഒരു സെനാരിയോയ്ക്ക് എന്താണ് ആക്ച്വലി പറയുന്നതെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സെല്ലേഴ്സ് ഫെയിലിംഗ് എന്ന് പറയും. റൈറ്റ്? സെല്ലേഴ്സ് ഫെയിലിംഗ്. ഇത് സെല്ലേഴ്സ് ഫെയിലിംഗ്. ബിക്കോസ് എന്തുകൊണ്ടാണ് സെല്ലേഴ്സ് ഫെയിലിംഗ് എന്ന് പറയുന്നതിൻ്റെ കാര്യം? സെല്ലേഴ്സ് ഫെയിലിംഗ് ഇതൊരു ഡിഫറൻറ്റ് ആംഗിളിൽ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെല്ലേഴ്സ് ഫെയിലിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് നേരെ താഴോട്ട് വരുന്നു, അതിനുശേഷം മുകളിലോട്ട് പോകുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? സെല്ലിംഗ്. സോ ഇത്രയും പേര് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഈ സെല്ല് ചെയ്തവർ മുഴുവനും ക്ലോസിംഗ് ഔട്ട്, ഡിം, ഫിനിഷ്. റൈറ്റ്? സെല്ലേഴ്സ് ഫെയിൽഡ്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ബയേഴ്സ് ഫെയിലിംഗ്? സോ നെക്സ്റ്റ് സെനാരിയോ. അപ്പോൾ ബയേഴ്സ് ഫെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നേരെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, അല്ലേ? പ്രൈസ് ഇങ്ങനെ നേരെ മുകളിലോട്ട് പോകുന്നു, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. റൈറ്റ്? സോ ഇറ്റ് ഇസ് കോൾഡ് ബയേഴ്സ് ഫെയിലിംഗ്. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം, ബയേഴ്സ് ഫെയിലിംഗ്. സോ മാർക്കറ്റിൽ 2 ആക്ടിവിറ്റിയേ ഉള്ളൂ: സെല്ലേഴ്സ് ഫെയിലിംഗ്, ബയേഴ്സ് ഫെയിലിംഗ്. വേറെ ഒന്നുമില്ല. സോ വേറെ എന്താണ് ഉള്ളത്? ക്വാണ്ടിറ്റി, വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഒരു സിംപ്ലിഫൈഡ് വേയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സെല്ലേഴ്സ് ഫെയിലിംഗ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബയേഴ്സ് ഫെയിലിംഗ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രേഡ് സെറ്റപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി. സോ ഐഡൻറ്റിഫൈ ഹൂ ഈസ് ഇഫ് യു വാണ്ട് ടു സെൽ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? സെൽ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സെല്ലേഴ്സ് ഫെയിൽ ചെയ്യുമ്പോഴായിരിക്കണം നമ്മൾ സെല് ചെയ്യേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് എയിം, അല്ലേ? പ്രൈസ് മുകളിലോട്ട് വരുമ്പോഴായിരിക്കണം നമ്മൾ മിറ്റിഗേഷൻ വേണ്ടിയിട്ട്, പ്രൈസ് മുകളിലേക്ക് വരുമ്പോഴായിരിക്കണം നമ്മൾ സെല്ലിംഗ് സെനാരിയോയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ലെക്ചറുകൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഇസ് എ സെല്ലേഴ്സ് ഫെയിലിംഗ് സെനാരിയോ, സിംപ്ലി മനസ്സിലാക്കുക നമ്മൾ ഇറ്റ്സ് എ സെല്ലേഴ്സ് ഫെയിലിംഗ് സെനാരിയോ ഓർ ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ. ഇത് നമ്മൾ ചുമ്മാ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇതെന്താണ് ആക്ച്വലി, അല്ലേ? ദിസ് ഈസ് സെല്ലേഴ്സ് വിന്നിങ് ആണ് ആക്ച്വലി, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് സെല്ലേഴ്സ് ഫെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് മുകളിലേക്ക് വരുമ്പോഴാണ് സെല്ലേഴ്സ് ഫെയിലിംഗ് ആണ്. അപ്പം ബയേഴ്സ് ഫെയിലിംഗ് ആകുമ്പോഴാണ് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് പ്രൈസ് താഴോട്ട് വരുമ്പോൾ ബയേഴ്സ് ഫെയിലിംഗ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ നമുക്കൊരു ഡൈവേർജൻസ് കാണണം. റൈറ്റ്? ഡൈവേർജൻസ് എന്ന് പറയുന്നത് 2 പ്രൈസ് ആക്ഷനും വോളിയവും പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇവിടെ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക, അല്ലേ? ദിസ് ഈസ് പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സെനാരിയോയിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഒരു സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇതൊരു വോളിയം ഇൻക്രീസിങ് ആണ്, അല്ലേ? കണ്ടോ? വൺ ആഫ്റ്റർ അനദർ എല്ലാ ക്യാൻഡിലിനും മുകളിൽ ക്യാൻഡിൽ ഇങ്ങനെ പോകുന്നതിനാണ് വോളിയം ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വോളിയം ഇൻക്രീസ് അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ചാർട്ടിനകത്ത്. സോ സിമ്പിളായിട്ട് നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുമ്പോൾ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിക്രീസിങ് പാർട്ടിസിപ്പേഷൻ, ഈ 2 രീതിയിൽ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുക. ഇൻക്രീസിങ്
പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിക്രീസിങ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റിക്കകത്ത് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പാർട്ടിസിപ്പേഷൻ കൂടി, പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു. അപ്പം വോളിയത്തിനെ നമ്മൾ നോക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഇൻക്രീസിംഗ് വോളിയം ഓർ ഡിക്രീസിംഗ് വോളിയം, അതെല്ലാം മായ്ച്ച് കളയാം. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് സെയിം തിങ് ആണ്, ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുകയാണ്. സോ ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ദാറ്റ് മീൻസ് പാർട്ടിസിപ്പേഷൻ കൂടി, ഡിക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ദാറ്റ് മീൻസ് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു അല്ലേ? അതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മളെ സംബന്ധിച്ച് നോക്കേണ്ടത്. അപ്പം പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ നമുക്ക് ഡൈവേർജൻസ് കിട്ടുവാണെന്ന് വിചാരിക്കും ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ആ ഓർഡർ ബ്ലോക്ക് ഒരു ഹെൽത്തി ഓർഡർ ബ്ലോക്ക്, അത് നമുക്കൊരു എന്നാ പറയുന്നത് ഭയങ്കര നല്ലൊരു ടാർഗറ്റ് തരുന്ന ഒരു ഓർഡർ ബ്ലോക്കായിട്ടും മാർക്കറ്റിൽ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ അനലൈസിസ് ചെയ്ത് പാരലൈസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ നമ്മളുടെ എന്താണ് ബിഗ് ബോയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സിൻ്റെ അവരുടെ ആക്ടിവിറ്റിക്കകത്തെ ഓർഡർ ഫില്ലിംഗ് മെക്കാനിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, എന്നിട്ട് ആ ഒരു എഡ്ജിനകത്ത് നമുക്ക് എങ്ങനെ കയറി പറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് ഉണ്ട്, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം എങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് ചെയ്യുന്നത്, അവർ ഇതിനെല്ലാം പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ ഇത് ചെയ്യുമെന്ന് പറയുന്നു. എന്താണ് പറയുക, മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ നഷ്ടത്തിലേക്ക് നമ്മൾ പോകുമെന്ന് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബിഗ് പ്ലെയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ബിഗ് പ്ലെയറോ അല്ലെങ്കിൽ നമ്മളൊരു സ്മോൾ ഒരു റീറ്റെയിലറോ ആണെങ്കിൽ ഇവിടെ കൂടുതൽ അഡ്വാൻറ്റേജ് ആർക്കാണ്? ഈ ഒരു പ്രൈസ് ആക്ഷനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആർക്കാണ് മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറ്റ്സ് അബൌട്ട് റീറ്റെയിലേഴ്സ്, നോട്ട് ബിഗ് പ്ലെയർ അല്ലേ? ബിക്കോസ് ബിഗ് പ്ലെയറിനെ സംബന്ധിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ദേ നീഡ്, അവർക്ക് ഹ്യൂജ് ഓർഡേഴ്സ് ഫില്ല് ചെയ്യാനുള്ള മണിയാണ് അവരുടെ കയ്യിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഓർഡർ ഫില്ലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് പ്രൈസ് ഇവൻച്വലി ഭയങ്കര ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജിനകത്ത് ഇവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഡ്ജിനകത്ത് ഇത് ആർ ക്രിയേറ്റിംഗ് എ സെല്ലിംഗ് സെനാരിയോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി മാർക്കറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്. ഇഫ് യു ഹാവ് എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ്, നമ്മളെ കാണുന്ന രീതിയിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് പ്രൈസ് മാനിപ്പുലേഷൻ വന്നാലും ഇവൻച്വലി പ്രൈസ് ഹാസ് ടു മൂവ്, അതാദ്യം മനസ്സിലാക്കുക അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയർ ആണ്, നമ്മുടെ കയ്യിൽ ടു മച്ച് മണി നമ്മുടെ കയ്യിൽ നമുക്ക് വേണം, നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുകയാണെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഗെയിം. നമ്മളങ്ങനെ അതിലും നല്ലതാണ് റീറ്റെയിലർ ഒരു സ്മോൾ എഡ്ജുമായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ വേറൊന്നും ആലോചിക്കാനില്ല. ഓർഡർ ഫില്ല് ചെയ്യണോ, അവരുടെ ഓർഡർ ഫില്ല് ചെയ്തോ, ഇതൊന്നും ഹ്യൂജ് ഓർഡർ നമ്മൾ എത്രമാത്രം നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കൊച്ച ഓർഡർ ഇമീഡിയറ്റ്ലി യു ക്യാൻ ഫിൽ ഇറ്റ് അല്ലേ? യു ഗെറ്റ് എ ടാർഗറ്റ്, യു എക്സിറ്റ് ഇറ്റ്, അത്ര വലിയുള്ള കാര്യം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ മീൻസ് വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു, ഡിക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ദാറ്റ് മീൻസ് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ പ്രൈസ് നാച്ചുറലി എന്താണ് പറയുന്നത്, പ്രൈസ് ഒരു ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ്റെ ഏരിയയിൽ വരുമ്പോഴത്തേനും ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണണം. വോളിയം, ഡോണ്ട് ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദ വോളിയം. സോ നമ്മളിവിടെ വോളിയം എന്ന് പറയുമ്പോഴത്തേനും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ബിക്കോസ് ദിസ് ഈസ് ആൻ ഇൻക്രീസ്ഡ് വോളിയം ആൻഡ് പ്രൈസ് താഴോട്ട് വന്നു, ഇറ്റ് വാസ് എ സെല്ലിംഗ് വോളിയം എന്ന് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊരു ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ വന്നിരിക്കുന്ന പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് എ ബൈയിങ് സെനാരിയോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ തിരിച്ചും ഇതൊരു ഇൻക്രീസ്ഡ് ക്യാൻഡിലായിരുന്നു, ഒരു സെല്ലിംഗ് ആണ് ഇവിടെ വന്ന്, പ്രൈസ് താഴോട്ട് വന്നു, അവിടെ വോളിയം കൂടി, അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് വോളിയത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ഐഡിയ. ബിക്കോസ് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ നോക്കുന്നത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സിൻ്റെ ഓർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. If they are fulfilling the purpose, immediately you can see increasing participation means what? Increasing volume അവിടെ കാണാൻ പറ്റും. So decreasing participation, that means order block in the area you cannot expect a bigger target എന്ന് മനസ്സിൽ എഴുതി വെക്കുക. This has to be imprinted in your mind. Understood? So when you see decreasing participation എന്ന് അവിടെ കാണുമ്പം ഓർ ഡിക്രീസിങ് വോളിയത്തിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം യു ഇമ്മീഡിയറ്റ്ലി വെൻ യു ഫൈൻഡ് ഔട്ട് ആൻ ടാർഗറ്റ്, ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു സ്വിംഗ് ഹൈ ആയിരിക്കാം, സ്വിംഗ് ലോ ആയിരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റ് കിട്ടാതിരിക്കുന്നില്ല. പക്ഷേ ടാർഗറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതി? യു ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് ആൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ അബൌട്ട് ദ മാർക്കറ്റ്. അപ്പം വെൻ യു ഹാവ് ആൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വന്നു കഴിയുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ ടാർഗറ്റ് വലുതായി പോകും അല്ലേ? മേ ബി യു വിൽ ബി പുട്ടിങ് യുവർ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ടാർഗറ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ചെന്ന് ഇരിക്കും, അങ്ങനെയൊക്കെ ബിഗർ സൈഡിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് പോയിരിക്കും. ബട്ട് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ഓർ ഇറ്റ്സ് എ ഡിക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിൽ ദാറ്റ് മീൻസ് പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിൽ നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെക്ചർ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, ഓർഡർ ഫില്ലിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയറി ഞാൻ പറയുന്നുണ്ട് അതിനകത്ത്. അതിനകത്ത് എങ്ങനെയാണ് ഇപ്പം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വോളിയം തീരെ ഇല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും, റൈറ്റ്? ബിക്കോസ് അവിടെ ഓർഡർ ഫില്ല് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് പറ്റുന്നത്, ഓർഡർ ഫില്ല് ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ പിന്നെ താഴോട്ട് പ്രൈസ് കൊണ്ടുപോയിരിക്കും, പിന്നെ മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ എന്താണ്, നമുക്ക് ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ വരണം
അല്ലേ? ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക്, ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ളത് പ്രീവിയസ്ലി നമ്മുടെ ജസ്റ്റ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് വാലിഡ് ഓർഡർ ബ്ലോക്ക്, എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എവിടെയായിരിക്കണം പുൾ ബാക്ക്, അതിന് എന്ത് ഫീച്ചേഴ്സാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അതിനുശേഷം സബ്സിക്വൻറ്റ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഈ പ്രൈസിങ്ങിന് മുകളിൽ പോയിട്ട് താഴോട്ട് വരുമ്പോൾ ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ. അണ്ടർസ്റ്റുഡ്? വെൻ ഓൾ ദ ബയേഴ്സ് ആർ ഫെയിലിംഗ് യു ആർ ഗോയിങ് ടു ഡിപ്ലോയ് യുവർ എൻട്രി ഇൻ ദ മാർക്കറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പം അവിടെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ യു ഷുഡ് സി ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ. സിമ്പിൾ ഐഡിയ അല്ലേ? അതിനോ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ചാർട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒരു ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട്. ഓക്കെ, ഈ ചാർട്ടിനകത്തോട് തന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ പോകണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും എന്താണ്, ഇവിടെ ഇംബാലൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വൺ സൈഡ് ആ പടി ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? എങ്കിൽ പോലും ഇവിടെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ. റൈറ്റ്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിമ്പിൾ. റൈറ്റ്, ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ റെസ്പെക്ട് ചെയ്തോ ഇല്ലയോ? റെസ്പെക്ട് ചെയ്തു. റൈറ്റ്, അപ്പം ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത്? ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ വിത്ത് റെസ്പെക്ട്. കോംപ്ലിക്കേറ്റഡ് ആക്കുക, ഇറ്റ്സ് നോട്ട് എ കോംപ്ലക്സ് കൺസെപ്റ്റ്. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ഒരു ഡിഫറൻറ്റ് ഡയമെൻഷനിൽ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. റൈറ്റ്, സോ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ. സോ വെൻ ബയേഴ്സ് ആർ ഫെയിലിംഗ് ടു വാട്ട് എക്സ്ട്രീം അല്ലേ? അവരുടെ ബയേഴ്സ് ഫെയിലിംഗ്, ലാസ്റ്റ് ബയർ എവിടെയാണോ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഇസ് ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലേ? അവിടെ നിന്നല്ലേ ഇത് തുടങ്ങിയത്. അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളിവിടെ കാണേണ്ട സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? സോ ഇവിടുത്തെ നമ്മളുടെ സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദ ക്യാൻഡിൽസ്. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ദ കളർ ഓഫ് ദ ക്യാൻഡിൽസ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അപ്പം അവിടെ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യു ആർ ഫോക്കസിങ് ഓൺ ദ നോയ്സ് അല്ലേ? ഇവിടെ നമുക്ക് കുറേ നോയ്സ് അവോയ്ഡ് ചെയ്യണം. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ, ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ആ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കളറിനകത്തോട്ട് പോയി നോക്കി കഴിയുമ്പോഴത്തേനും ഇറ്റ് ഇസ് എ സെല്ലിംഗ്, ഇറ്റ് ഇസ് എ ബൈയിങ്, ഇറ്റ് ഇസ് എ സെല്ലിംഗ് അഗൈൻ, ഇറ്റ് ഇസ് ബൈയിങ്, ഇറ്റ് ഇസ് സെല്ലിംഗ്. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? യു ഫോം എ കണ്ടക്ച്വൽ നറേറ്റീവ് അബൌട്ട് ദ മാർക്കറ്റ്. ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് യു. ഓക്കെ, അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഈ മാർക്കറ്റ് ഇങ്ങനെ താഴെ വന്നിരിക്കുമ്പോൾ യു ഷുഡ് സീ ആൻ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ. റൈറ്റ്, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസിങ്. സോ ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് എ ഹെൽത്തി പാർട്ടിസിപ്പേഷൻ ഇൻ ദ സെൻസ് എന്താണ്? നമ്മളൊരു ലൈൻ, ഒരു സ്ലാൻഡിങ് ലൈൻ, അപ്പോർഡ് ലൈൻ, ഇങ്ങനെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ പോലെ ഇങ്ങനെ നമ്മൾ ഇത് വരുമ്പോഴത്തേനും പ്രൈസ് എന്താണ്, വോളിയം എങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഇതുണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ പ്രൈസ് ഓൺ ആൻ അസെൻഡിങ് ആംഗിളിൽ മുകളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പാർട്ടിസിപ്പേഷൻ കൂടിയോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാർട്ടിസിപ്പേഷൻ കൂടിയോ? ഇസ് ഇറ്റ് ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ? റൈറ്റ്, വെൻ പാർട്ടിസിപ്പേഷൻ അവിടെ കൂടുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇവിടെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പ്രൈസ് താഴേക്ക് വരുന്നു. ഓൾറൈറ്റ്, പ്രൈസ് ഇസ് ഫോളിങ്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിന് പ്രൈസ് ഫോളിങ് ഇസ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ അല്ലേ? താഴോട്ട് നോക്കിയല്ലേ? അപ്പോൾ ബയേഴ്സ് ഫെയിലിംഗ്. സോ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസിങ്. റൈറ്റ്, ഇങ്ങനെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും യു ക്യാൻ നോ ദാറ്റ് ദിസ് ഇസ് ഒരു സ്വിംഗ് ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. റൈറ്റ്, സ്വിംഗ് ഹൈ വരെ അത് വന്നിരിക്കുന്ന സ്വിംഗ് ഹൈ വരെ നമുക്ക് ഏകദേശം നമുക്ക് ടാർഗറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. റൈറ്റ്, ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ. സംടൈംസ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഡെപ്തിലാണോ കൂടുന്നത് അതിനനുസരിച്ച് പ്രൈസ് ഇവിടെ ലിക്വിഡേഷൻ പല പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കും. റൈറ്റ്, അപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു എൻട്രി ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ഒരു പ്രൈസ് ആക്ഷൻ്റെ ഒരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതൊരു പുതിയ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്കുകൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി സെനാരിയോ ക്യാൻഡിൽ എവിടെയാണ് പിടിയിട്ടു. സോ എനിക്ക് ആ ഒരു സെനാരിയോ പ്രൈസ് ആക്ഷൻ്റെ ഇനി റെക്കോർഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതെനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതും എല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും. സോ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് പാർട്ട് ബൈ പാർട്ട് അല്ലേ? അപ്പം ഈ എൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ജേർണി. ഇഫ് യു വാണ്ട് ടു ബി റിയലി സക്സസ്ഫുൾ, ഡിസിപ്ലിൻ വേണം, എല്ലാ സംഭവം വേണം, പഠിക്കാനുള്ള ഇത് വേണം. അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഇരിക്കണം. സംതിങ് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഇസ് ദാറ്റ് മേക്കിംഗ് എനി സെൻസ് എന്നുള്ള രീതിയിൽ കുറച്ചാൾ നിങ്ങൾ മാർക്കറ്റിൽ മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നതിനകത്ത് സെൻസ് ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്താണ് പ്രൈസിൻ്റെ ആക്ഷൻ ഒന്നും പിടികിട്ടുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തു പ്രൈസ് ഈ ഏരിയയിലേക്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ നോക്കി വീണ്ടും പ്രൈസ് ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷനാണ് അല്ലേ? അപ്പോൾ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ വന്നതിന് ശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കി എങ്ങനെ പോകുന്നത് നോക്കി. സോ അങ്ങനെ പോയി. സോ നൗ നമ്മൾ നോക്കുകയാണ് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ എക്സാക്ട്ലി വന്ന് അത് ഇത് ചെയ്തു. അതിനുശേഷം പ്രൈസ് വോളിയം കംപ്ലീറ്റ്ലി ഇൻക്രീസിങ് അല്ലേ? പാർട്ടിസിപ്പേഷൻ പിന്നെ കൂടുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ത് വന്നു? ആ ഒരു ടാർഗറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയ കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. സോ ഓർഡർ ബ്ലോക്ക് കമ്പൈൻഡ് വിത്ത് എന്താണ്? സെല്ലിംഗ് ക്ലൈമാക്സ്. റൈറ്റ്, അപ്പം ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം സെല്ലിംഗ് ക്ലൈമാക്സ് ഈ ചാർട്ടിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം
അല്ലേ? സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? സോ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലാണ് ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി വരുന്നത്, ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ഗെറ്റ് എ ടാർഗറ്റ്, ഒരു നോർമൽ ടാർഗറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പം അതും കൂടാതെ എന്താണ് വരുന്നത്, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സെല്ലിംഗ് ക്ലൈമാക്സ്. സോ സെല്ലിംഗ് ക്ലൈമാക്സിൻ്റെ ഏരിയ വിൽ ബി ലിക്വിഡേറ്റഡ് ഫർദർ ബിക്കോസ് ഇറ്റ്സ് എ പൂൾ ഓഫ് ലാർജ് മണി, ലാർജ് ഫണ്ട്. അവരുടെ ഓർഡർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ട് ആയിട്ടില്ല. സോ ഇറ്റ് വിൽ ബി കീപ്പ് ഓൺ, പ്രൈസ് വിൽ ബി പുഷിംഗ് ഡൗൺ, പുഷിംഗ് അപ്പ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. ഓർഡർ ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. മിറ്റിഗേഷൻ, എല്ലാം മിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്കാണ്, അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. ഇവിടെ നോക്കി, പ്രൈസ് മുകളിലേക്ക് പോയിട്ടില്ല. ഇവിടെ നോക്കി, പ്രൈസ് ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ അവിടെ ഈവൻ ദെൻ യു ലുക്ക് അറ്റ് ദിസ് ചാർട്ട്. വാട്ട് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ സെറ്റപ്പ് ഐ എം എക്സ്പ്ലെയിനിങ്. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, റൈറ്റ്? പ്രൈസ് അതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇവിടെ റെഡ് കളറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ട്, അല്ലേ? ആ പുൾ ബാക്കിന് സ്വീപ്പ് ചെയ്ത് ഈ ഒരു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ മിറ്റിഗേഷൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും യു ആർ ഗെറ്റിംഗ് എ ചാൻസ്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഈ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ വിൽ യു ബി തിങ്കിങ് അബൌട്ട് ഷോർട്ടിംഗ് ദ മാർക്കറ്റ് ഓൺ ദിസ് സൈഡ്? ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അണ്ടർസ്റ്റുഡ്? മാർക്കറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വെൻ യു സി എ റെഡ് ക്യാൻഡിൽ ഇറ്റ് ഇസ് നോട്ട് എ ബെയറിഷ് സെനാരിയോ. വെൻ യു സി എ ബുളിഷ് ക്യാൻഡിൽ ഇറ്റ് ഇസ് നോട്ട് എ എന്താ പറയുന്നത്, ബുളിഷ് ക്യാൻഡിൽ ഇറ്റ്സ് നോട്ട് എ ബൈയിങ് സെനാരിയോ. സോ buying and selling happens when the buyers are failing, you are deploying your entry, all right? When the sellers are failing, you are deploying your entry, simple. But adinu certain qualities നമുക്ക് വേണം. എന്താണ് അവിടെ നമുക്ക് കാണും, ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ടോ, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. സോ പ്രൈസിൻ്റെ ഡിസ്കൗണ്ടിങ് അവിടെ എത്ര പ്രാവശ്യമാണ് നടക്കുന്നത്? സോ ഈ ഒരു കേസിലാണെങ്കിൽ പോലും പ്രൈസിൻ്റെ ഡിസ്കൗണ്ടിങ് ഇവിടെ നടക്കുന്നത് എത്രാമത്തെ തവണയാണ്? all the buyers are failing, right? increasing participation. സോ വിൽ യു ബി ലുക്കിംഗ് ഫോർ എ സെൽ സെനാരിയോ? സെല്ല് ചെയ്തത് ഓർമ്മ കാണുള്ളൂ, അടുത്ത നിമിഷത്തിൽ തൊട്ട് പ്രൈസ് മുകളിലോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ കളർ ഓഫ് ദ ക്യാൻഡിൽ ഇതിൽ നമ്മൾ നോക്കരുത്. ബേസ്ഡ് ഓൺ എ പ്രോസസ്, യു സെറ്റ് അപ്പ് എ പ്രോസസ് ഓഫ് യുവർ ഓൺ. എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ എക്സ്പ്ലനേഷനിൽ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുകയാണ് എവിടെയായിരിക്കണം നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് യു ആർ ഡിപ്ലോയിങ് യുവർ എൻട്രി, ഗെറ്റിംഗ് എ സ്മോൾ ടാർഗറ്റ്, ഒരു സ്വിംഗ് ഹൈ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടാർഗറ്റ്, എക്സിറ്റ് ഫ്രം ദ മാർക്കറ്റ്, ഫിനിഷ്. ഡോണ്ട് കീപ് യുവർ മണി ഇൻ ദ മാർക്കറ്റ് ഫോർ ലോങ് ടൈം, അല്ലേ? ദെൻ ലുക്ക് ഫോർ അനദർ സെറ്റപ്പ്. അതിനുശേഷം പ്രൈസ് ഇത് നോക്കി, പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലേ? ഇവിടെ എല്ലാം നോക്കുമ്പം വാട്ട് സോർട്ട് ഓഫ് സെറ്റപ്പ് ആർ ഗെറ്റിംഗ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ടോ? ദിസ് ഇസ് കോൾഡ് നോയ്സ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഏരിയയിലും ഇങ്ങനെ തപ്പിയിരിക്കുകയെന്ന് വിചാരിച്ചു. യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ എ സെറ്റപ്പ്, യു ആർ നോട്ട് യു ക്യാൻ ഫോക്കസ് ഓൺ എൻ നമ്പർ ഓഫ് സെറ്റപ്പ്. ഞാൻ ട്രേഡ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് മാത്രമേ അത് എന്താണെന്ന് അറിയത്തുള്ളൂ, മനസ്സിലായി? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സെറ്റപ്പുകൾ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് നല്ലതാണെങ്കിൽ മാത്രം വിത്ത് റെസ്പെക്ട് വോളിയം ഐ വിൽ ബി പുഷിംഗ് മൈ എൻട്രി, അല്ലാത്തല്ല ഞാനവിടെ ചുമ്മാതിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, വൺ ക്യാൻഡിൽ താഴെ പോകുന്നു, മോളിൽ പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു റേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലാ ഏരിയയിലും നമുക്ക് കയറി ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത്. എല്ലാ ഏരിയയിലും നമുക്ക് കയറി ഷോർട്ട് അടിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രൈസ് താഴോട്ട് പോകും എന്ന് വിചാരിക്കരുത്. നമ്മൾ ഷോർട്ട് അടിക്കുമ്പോൾ പ്രൈസ് ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കണം. If I buy at this point, right? If I buy at this point, what is the guarantee that price will go higher? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഗ്യാരണ്ടി? സോ യു ആർ തിങ്കിങ് അബൌട്ട് സം കോൺഫ്ലുവൻസസ്, അല്ലേ? എന്തെങ്കിലും ഒരു കോൺഫ്ലുവൻസസ് നമുക്ക് കാണിക്കും. ഓക്കെ, പ്രൈസ് ഇവിടെ വന്നിട്ട് ഇവിടെ മുകളിൽ പോകുമായിരിക്കും. എന്തുകൊണ്ട്? ഇവിടെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. സോ വാട്ട് ഡസ് ഇംബാലൻസ് മീൻ? എന്താണ് ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ അൺഫിൽഡ് ഓർഡേഴ്സ് ആണ്, അല്ലേ? ഫില്ല് ചെയ്യാത്ത ഓർഡറിനെയാണ് നമ്മൾ പറയുന്നത് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വന്ന വരവിന് ഇവിടെ ഫില്ല് ചെയ്യാത്ത ഓർഡറിലേക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ അത് മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് വരാനുള്ള ചാൻസ് നമുക്ക് കൂടുതലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു, അല്ലേ? അപ്പോൾ ഇവിടെയും ഫില്ല് ചെയ്യാത്ത ഓർഡർ ഉണ്ട്. സോ ആ ഫില്ല് ചെയ്യാത്ത ഓർഡറിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ക്യാൻഡിൽ ഇറ്റ് ഇസ് മിറ്റിഗേറ്റഡ്, ഫിനിഷ്, ദെൻ പ്രൈസ് ഇസ് പുള്ളിംഗ് ഡൗൺ, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പം നമുക്കൊരു മനസ്സിലൊരു ധാരണ വേണം. ഇങ്ങനെ ഫില്ല് ചെയ്യാത്ത ഓർഡറുള്ള ഏരിയയിൽ മേ ബി പ്രൈസ് വിൽ കം ബാക്ക്. അപ്പോൾ നമ്മളുടെ കണ്ടക്ച്വൽ റെഫറൻസ് എന്താണ്? ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഇസ് നോട്ട് എ ബൈ, ഇറ്റ് ഇസ് നോട്ട് എ സെല്ലിംഗ് സെനാരിയോ. എവറിബഡി ഈസ് സെല്ലിംഗ് ആൻഡ് ഐ എം ഗോയിങ് ടു ബൈ. അണ്ടർസ്റ്റുഡ്? പാർട്ടിസിപ്പേഷൻ ഈസ് ഇൻക്രീസിംഗ്. യു ആർ സീയിങ് സം സോർട്ട് ഓഫ് കൺഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു ഓർഡർ ബ്ലോക്ക്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകും. സോ പുൾ ബാക്ക് വാസ് ക്രിയേറ്റഡ് ആൻഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, ദാറ്റ് ഈസ് കോൾഡ് പുൾ ബാക്ക്. സോ ഇറ്റ് വാസ് ക്രിയേറ്റഡ്, ഇറ്റ് ഇസ് ലിക്വിഡേറ്റഡ്. ലിക്വിഡേറ്റഡ് മീൻസ് പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഇതിന് പ്രൈസ് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഓർ ദ പുൾ ബാക്ക് താഴേക്ക് പ്രൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ റെഡ് കളറിൽ താഴേക്ക് പ്രൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് എന്താണ്? ദാറ്റ് മീൻസ് പ്രൈസ് ഈസ് ലിക്വിഡേറ്റിംഗ്. ലിക്വിഡേറ്റിംഗ് മീൻസ് വാട്ട്? ഓൾ ദ ബയേഴ്സ് ആർ ഗോട്ട് ഇൻ ട്രാപ്പ്, അല്ലേ? അവരെല്ലാം ട്രാപ്പിലായി. അപ്പോൾ അങ്ങനെ ട്രാപ്പിലാകുന്ന ഒരു സിനാരിയോയിൽ വിത്ത് എ ബ്രോഡർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രോഡർ വ്യൂവിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ദിസ് റെഡ് ക്യാൻഡിൽ യു വിൽ ഫീൽ ഇറ്റ് ഇസ് എ സെല്ലിംഗ് സെനാരിയോ. സോ ഡസ് ദാറ്റ് കളർ മീൻ സംതിങ് ടു യു ഓർ നോട്ട്? ഇറ്റ് ഈസ് നോട്ട്, റൈറ്റ്? ദാറ്റ് ഈസ് നോട്ട് ദ ആക്ടിവിറ്റി. സോ വാട്ട് എവർ ദേ ഡു, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ എന്താണ് ദ ബിഗ് പ്ലെയർ, അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രൈസ് ആക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ് ലിക്വിഡിറ്റി, അല്ലേ?
അപ്പോൾ ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കും. സം ടൈംസ് യുവർ ഓർഡർ ബ്ലോക്ക് വിൽ ബി എക്സാക്ട്ലി റെസ്പെക്ടിങ്, സം ടൈംസ് ഇറ്റ് വോണ്ട് ബി റെസ്പെക്ടിങ്, റൈറ്റ്? Why it won't be respecting? Because participation is decreasing. So if participation is increasing before touching the order block, that means എന്താണ്, participation is increasing. Somehow you can see some participation is increasing before touching the order block. ഈ ഓർഡർ ബ്ലോക്കിനെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ അവിടെ നമുക്കൊരു ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ that means it's a buying scenario. Understood? So ultimately what happened? The buyers are failing. ആരാണ് buyers? The last buyer, he who got into the trade is getting vanished. അല്ലേ? അദ്ദേഹം അവിടെ നിന്ന് പോയി. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ബിഫോർ നമ്മളൊരു ട്രേഡിലേക്ക് കയറുന്നതിന് മുമ്പ് യു ഷുഡ് നോ വാട്ട് ഈസ് യുവർ ടാർഗറ്റ്, എക്സ്പെക്റ്റഡ് ടാർഗറ്റ്, റൈറ്റ്? അതില്ലാതെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രേഡിൽ കയറാൻ പറ്റുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, യു ഷുഡ് നോ വെർ ഇസ് യുവർ സ്റ്റോപ്പ് ലോസ്, അല്ലേ? സ്റ്റോപ്പ് ലോസ് ഇൻ ദ സെൻസ് പ്രൈസ് ഇങ്ങനെ വന്ന് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളൊരു ട്രേഡ് എടുത്തു, ഫെയിൽ ആയി എന്ന് വിചാരിക്കുക, ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയി, ഇവിടെ വെച്ച് നമ്മൾ എടുത്തു, അപ്പം പെട്ടെന്ന് പ്രൈസ് വന്നു ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്നു. സോ നമ്മളുടെ തിങ്കിങ് കറക്റ്റ് ആയിരുന്നു, ദ പ്രോസസ് വാട്ട് യു ആർ ഡൂയിങ് ഈസ് റൈറ്റ്, ബട്ട് പ്രൈസ് ആക്ഷൻ, ആ സമയത്ത് പ്രൈസ് ആക്ഷൻ കാരണം, വോളിയത്തിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് കാരണം പ്രൈസ് താഴെ പോയി എന്ന് വിചാരിക്കുക. താഴെ പോയി കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ബി സെല്ലിങ് ഓർ എക്സിറ്റിംഗ് ഫ്രം ഇമീഡിയറ്റ്ലി ഓൺ ദിസ് ലെഗ്, റൈറ്റ്? നമ്മൾ നോക്കിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എനിവേ പ്രൈസ് നമ്മൾ എൻട്രി ചെയ്ത ഏരിയയിൽ പ്രൈസ് വിൽ കം ബാക്ക്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ സം സോർട്ട് ഓഫ് എന്താ പറയുന്നത്, സം സോർട്ട് ഓഫ് ഇംബാലൻസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ബി എ ക്വിക്ക് മൂവ്, അല്ലേ, ടു ട്രാപ്പ് എവരിബഡി. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേനും അവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഹയസ്റ്റ് വോളിയം ക്യാൻഡിൽ ഉണ്ടല്ലോ, ആ വോളിയം ക്യാൻഡിലേക്ക് പ്രൈസ് റിവേഴ്സ് ചെയ്ത് വരുമ്പോഴത്തേനും യു എക്സിറ്റ് ഫ്രം ദ ട്രേഡ്. അണ്ടർസ്റ്റുഡ്? കഴിഞ്ഞ കാര്യം. ബിക്കോസ് നമ്മളൊരു നല്ല കാര്യമാണ് ഇവിടെ ചെയ്തത്, പക്ഷേ നമ്മൾ പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ നമ്മൾ ആ ട്രേഡിൽ നമ്മൾ തോറ്റുപോയി. പക്ഷേ മാർക്കറ്റ് നമ്മളെ തോപ്പിച്ചവിടെ. പക്ഷേ അതിനുശേഷം പ്രൈസ് മുന്നോട്ട് പോകട്ടെ. പക്ഷേ സർട്ടൻ റൂൾസ് നമ്മൾ കാണണം. വാട്ട് ഈസ് യുവർ റിസ്ക്? അപ്പോൾ ഇവിടുത്തെ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും തിരിച്ച് പ്രൈസ് വരുമ്പോൾ യു ഷുഡ് നോട്ട് എക്സ്പെക്ട് ദ ഫുൾ ടാർഗറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മൾ അവിടെ വെച്ച് ട്രേഡ് ക്ലോസ് ചെയ്ത് കളയാം. സോ ഈ ഒരു രീതിയിലുള്ള ട്രേഡ് മാനേജ്മെൻറ്റിന് എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ഇതെന്ന് പറയുന്നത്, കംപ്ലീറ്റ്ലി യു നീഡ് ടു ഡിറ്റാച്ച് യുവർ ഇമോഷൻ ഫ്രം ട്രേഡിംഗ്. എങ്ങനെയാണത് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ നമുക്കത് സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ലോട്ട് വെച്ച് മാത്രമേ നമുക്കതിനെ മാനേജ് ചെയ്തിട്ട് അതിനെ നമുക്ക് പെർഫെക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ 1 ലോട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏറ്റവും ചെറിയ ലോട്ട്, 1 ലോട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1/2 ലോട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും ചെറിയ ലോട്ടിൽ 1 ലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ പ്രോസസ് ബേസ്ഡ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഏകദേശം അറിയാൻ പറ്റും. മാർക്കറ്റിൻ്റെ ജേർണിക്കൊപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ, ഇത് ഈ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ 10 ട്രേഡ് നമ്മൾ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്, യു ആർ ഡിറ്റാച്ചിങ് യുവർ ഇമോഷൻ ഫ്രം ട്രേഡിംഗ്. അണ്ടർസ്റ്റുഡ്? നമ്മുടെ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഇമോഷൻ ഡിറ്റാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഹെസിറ്റേഷൻ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 10,000 രൂപയുണ്ട്, നമ്മൾ ആ 10,000 രൂപയ്ക്ക് ഒരു ലോട്ട് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു, നിഫ്റ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡീപ്പ് ഇൻ ദ മണിയോ, അല്ലെങ്കിൽ ഡീപ്പ് ഇൻ ദ മണി, അല്ലെങ്കിൽ നമ്മൾ ഇൻ ദ മണി ഓപ്ഷൻ എന്തെങ്കിലും എടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 10,000 രൂപ നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ 6 മാസം നമ്മൾ ഇതിനകത്ത് ഈ ചാർട്ടിനകത്ത് നമ്മൾ നോക്കണം. ലൈവ് മാർക്കറ്റിംഗ് നമ്മൾ ഈ സെറ്റപ്പ് നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ആ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദിസ് 10,000 രൂപയായി മൊത്തം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സർട്ടൺ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ റൂൾസ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ട്രേഡ് നമുക്ക് ഓപ്പോസിറ്റ് പോയോ തിരിച്ച് പ്രൈസ് കയറി വരുമ്പോൾ കോസ്റ്റ് ഐ വിൽ ബി എക്സിറ്റിംഗ്. സിമ്പിൾ റൂളാണ്, ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ലോങ് ടൈം നമുക്ക് ഈ ഗെയിമിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അടുത്ത സെറ്റപ്പ് വരും, അപ്പോൾ വീണ്ടും നമ്മൾ ഈ സെയിം ട്രേഡ് ചെയ്യുക. മേ ബി യു വിൽ ബി ഗെറ്റിംഗ് എ ബിഗർ ടാർഗറ്റ്, ഹൂ നോസ്, റൈറ്റ്? സോ ഇനി നമ്മൾ പ്രൈസ് മുകളിലോട്ട് പോകുക. അപ്പോൾ ഇവിടെ ഇത് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ പ്രൈസ് താഴ്ത്ത് വന്നു, ഇതിന് ശേഷം മുകളിലോട്ട് പോയി, ഇവിടെ വന്ന് വീണ്ടും ഇവിടെ നോക്കി ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, റൈറ്റ്? സോ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കി, പ്രൈസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ, മുകളിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ട്രെൻഡ് ലൈൻ അല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. അതുമല്ല, ഇവിടെ പാർട്ടിസിപ്പേഷൻ കൂടി, എന്താണ് വോളിയത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ല, ഇത് ഈ ഏരിയയിൽ, അല്ലേ, വേർ ആർ ദ പീപ്പിൾ, വേർ ആർ ദ മാസസ്, മറന്നുപോയോ? അപ്പോൾ നമ്മുടെ പഴയ ലെക്ചറിനകത്ത് കിടപ്പുണ്ട്, വേർ ആർ ദ മാസസ് ആർ ഹിയർ, അല്ലേ? അപ്പോൾ ഇവിടെ എല്ലായിടത്തും മാസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് പുൾ ബാക്ക് ക്യാൻഡിലായിരുന്നു, അല്ലേ? ഇതൊരു 3 ക്യാൻഡിൽ ടൈപ്പ് പുൾ ബാക്കാണ്. പക്ഷേ അതിനെ അവിടെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാട്ട് ഹാപ്പൻഡ്? ഇമീഡിയറ്റ്ലി ഇറ്റ് ടാച്ച്ഡ്, അല്ലേ? പാർട്ടിസിപ്പേഷൻ increasing participation, forget about the color of the candles, increasing participation, right? Then what happened? Price ഇവിടെ വരെ നോക്കിയാൽ മതി. ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ രണ്ട് ഒരു നമ്മൾ ഒരു സെറ്റപ്പ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് ആർ ദെയർ, റൈറ്റ്? സെല്ലിംഗ് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. ഓക്കെ, അപ്പം നമുക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് ഹാസ് ടു ഷോ അപ്പ്, അല്ലേ? ബയർ ഹാസ് ടു ഷോ അപ്പ് എന്ന് പറഞ്ഞാൽ ബയർ വന്ന് കാണിക്കണം. ഓക്കെ, ഇവിടെ ഞാനുണ്ട് എന്നുള്ളൊരു പ്രസൻസ് അവിടെ കാണിക്കണ്ടേ? അപ്പോൾ ബയർ ഹാസ് ടു കം അപ്പ്, ദെൻ സബ്സിക്വൻറ്റ് സെല്ലിംഗ് യു ഗെറ്റ് ഇൻ ദ ട്രേഡ്, യു ക്യാൻ ടാർഗറ്റ് സംതിങ് ഹിയർ. കണ്ടോ, പ്രൈസ് ഇവിടെ വരെ വരുന്നുണ്ട്, പ്രൈസിന് പ്രൈസ് താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റപ്പിലാണെങ്കിൽ പോലും നമുക്ക് വീണ്ടും അവിടെ പ്രൈസ് കിട്ടുന്നുണ്ട്, അല്ലേ? പ്രൈസിൻ്റെ ആ ഒരു നാവിഗേഷൻ ജേർണിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓർഡർ ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ഓർഡർ ബ്ലോക്ക്, വാട്ട് യു നീഡ് ടു സീ
increasing participation. If it is a decreasing participation, leave the order block if it is a valid one also. Understood? Because നമുക്ക് അവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ മീൻസ് പ്രൈസ് വിൽ കം ബാക്ക് ഇവഞ്ച്വലി ടു സം പോയിന്റ് ആൻഡ് ഇറ്റ് വിൽ കം ഡൗൺ. നോ പ്രോബ്ലം. നമുക്ക് അവിടെ ടാർഗറ്റ് നമുക്ക് കിട്ടും. സോ നൗ ലെറ്റ് us see what happened. വീണ്ടും പ്രൈസ് പോകുന്നു. ഇവിടെ എങ്ങും ഇതില്ല അല്ലേ, ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ അത് മിറ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് അല്ല ഒന്നുമില്ല. ഓൾറൈറ്റ്. അപ്പോൾ പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. വീണ്ടും ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, ഇൻസൈഡ് ക്യാൻഡിൽ, ഇതും ഓർഡർ ബ്ലോക്ക് അല്ല. സോ നെക്സ്റ്റ് താഴോട്ട് വരുന്നു. സോ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നോക്കി, ഇത് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ അല്ലേ. പക്ഷേ ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനകത്ത് ഈവൻ ദിസ് പ്രൈസ് ആക്ഷൻ നോക്കി എത്ര ഇതാണ് നോക്കി, ഒരു ഡീവിയേറ്റഡ് പ്രൈസ് ആക്ഷൻ ആണ്. സോ നമ്മളെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഓർഡർ ബ്ലോക്കാണ് അല്ലേ. സോ ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. നമുക്കതൊരു കോൺഫിഡൻസ് തോന്നില്ലെങ്കിൽ വിട്ടേക്കാം. ബിക്കോസ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണ്, ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രൈസിൻ്റെ ആക്ടിവിറ്റി ലാസ്റ്റ് സെല്ലിംഗ്. സോ സെല്ലിംഗ് അല്ലേ, പ്രൈസ് ഇസ് കമ്മിങ്, ഇറ്റ് ഹാസ് ടു ഗോ ലൈക്ക് ദിസ്. സോ അങ്ങനെയാണ് ഇത് പോയേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണോ ആ പ്രൈസ് ആക്ഷൻ പോയിരിക്കുന്നത്? ഇവിടെ നോക്കി, ഈ ഒരു ഏരിയയിൽ സംഭവിച്ചേക്കുന്നത് സെല്ലിംഗ് അല്ലേ. സെല്ലിംഗ് വരുന്നു, ബൈങ് വരുന്നു, സെല്ലിംഗ് വരുന്നു. എവിടെയാണ് അത് ആക്ച്വലി ടാപ്പ് ചെയ്യുന്നത്? ആക്ച്വലി ആ ഒരു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ആ ഒരു സെല്ലിംഗ് ക്ലൈമാക്സിൽ തന്നെയാണ് അവിടെ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ. സെല്ലിംഗ് വന്നിട്ട് വീണ്ടും മിറ്റിഗേറ്റ് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല അല്ലേ. അപ്പം അത് ലീവിറ്റ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നെക്സ്റ്റ് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ ഒന്നും ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ടോ? സോ ഇറ്റ് ഈസ് മിറ്റിഗേറ്റഡ്. ദിസ് ഓർഡർ ബ്ലോക്ക് ഈസ് മിറ്റിഗേറ്റഡ്. ലുക്ക് അറ്റ് ദിസ്, കണ്ടോ? ഈ ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഓർഡർ ബ്ലോക്ക് ഇസെൽഫ് ഈസ് മിറ്റിഗേറ്റഡ്. ഈവൻ ദെൻ ആ ഒരു പ്രൈസ് ആക്ടിവിറ്റി ഇവിടെ വരെ വരുമ്പോഴത്തേനും റിയാക്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് വീണ്ടും മുകളിൽ പോകുന്നുണ്ട്. ദെൻ പ്രൈസ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഇങ്ങനെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന ഓരോ ക്യാൻഡിലും കയറി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ യു ബി ഫോക്കസിങ് ഓൺ എ സെറ്റപ്പ്? നോ, റൈറ്റ്. യു ഹാവ് ടു ഫോക്കസ് ഓൺ എ സെറ്റപ്പ്. ദെൻ ആ സെറ്റപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓർഡർ ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ. ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ഈസ് നത്തിങ് ദാറ്റ് ഇറ്റ് ഈസ് എന്താണ്, ഇൻക്രീസിംഗ് വോളിയം, റൈറ്റ്. സോ നോ, പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, റൈറ്റ്. താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവിടെ വന്ന് താഴെ വന്നു. ഇതെല്ലാം മിറ്റിഗേറ്റഡ് ആയി പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിഗ് ക്യാൻഡിൽ ഇൻസേർട്ട് ചെയ്തേക്കുന്നുണ്ടോ? ഈ ഒരു ബിഗ് ക്യാൻഡിൽ ഇൻസേർഷൻ മീൻസ് എന്താണ്, ഈ കംപ്ലീറ്റ് ഓർഡേഴ്സ് ഇതിന് ഇൻ ബിറ്റ്വീൻ ഉള്ളത് മുഴുവനും ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മനസ്സിലായി? ഇവിടെ എന്തെല്ലാം ഓർഡേഴ്സ് ഉണ്ടോ, പ്രൈസിങ്ങിനെ ഒന്ന് താഴോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും മുകളിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും അവിടെ GTD ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്തെങ്കിലും GTD ഗുഡ് ടിൽ ഡേ എന്നുള്ള ഗുഡ് ടിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് നമുക്ക് ഡേറ്റ് വെച്ച് നമുക്ക് ഓർഡർ പിടിയാലോ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ആ GTD ഓർഡേഴ്സ് സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഇന്ന പ്രൈസ് ട്രിഗർ ചെയ്യുമ്പോൾ മൈ ഓർഡർ ഹാസ് ടു ബി ട്രിഗേർഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പം 6350, 63,650 ഇവിടെ ട്രേഡ് നടക്കുമ്പോൾ മാത്രമേ ഞാൻ ഇട്ടിരിക്കുന്ന GTD ഓർഡർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രിഗർ ചെയ്ത് വരാവുള്ളൂ എന്ന് ഞാൻ ഓർഡർ ഇട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ 63,650 ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ GTD ഓർഡർ വിൽ ബി ട്രിഗേർഡ് ഇൻ ടു ദ സിസ്റ്റം ആൻഡ് അത് ആക്റ്റീവ് ഓർഡർ ആയിട്ട് ഇവിടെ വരും. സോ ഓൾ ദ പാസീവ് ഓർഡേഴ്സ് വിൽ ബി ആക്ടിവേറ്റഡ് ത്രൂ ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ. സോ നൗ നമ്മൾ വീണ്ടും ഇവിടെ വരുവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, ഓക്കെ, ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനകത്ത് വരുമ്പോഴത്തേനും ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ആണ് നടക്കുന്നത് അല്ലേ. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. സോ ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് പുൾ ബാക്ക് ആയിട്ട് നമ്മളിപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് പ്രൈസ് എന്താണ്, ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൈസ് ഇതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്ത് പ്രൈസ് ഒരു ലോങ് ജേർണി നടത്തി അല്ലേ. സോ ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രൈസ് ഇത് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇത് അൺമിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്കാണ്. സോ ഇവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ലൈൻ ഇട്ട് വെക്കാം അവിടെ. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേനും പ്രൈസ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടി ലിക്വിഡേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ അല്ലേ. പാർട്ടിസിപ്പേഷൻ കൂടി ഇവിടെ. ഇതുകൊണ്ട് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ കൂടി, റൈറ്റ്. സോ ഇത്രയും ഏരിയയിൽ പാർട്ടിസിപ്പേഷൻ കൂടി എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ വ്യൂ ഫ്രെയിം ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഇറ്റ്സ് എ ബൈയിങ് സെനാരിയോ ഓർ ഇറ്റ്സ് എ സെല്ലിംഗ് സെനാരിയോ. ഒരിക്കലും നമ്മൾ സെല്ലിംഗ് സെനാരിയോയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഓൺലി ബൈ ആൻഡ് സെൽ എന്നുള്ള ആക്ടിവിറ്റി മാത്രമേ നമ്മൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ, റൈറ്റ്. ബിക്കോസ് എന്താണ്, പാർട്ടിസിപ്പേഷൻ കൂടി ആൻഡ് ദ പ്രൈസ് ഇസ് ട്രേഡിംഗ് നിയർ ദ ലിക്വിഡിറ്റി ഏരിയ. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ടാർഗറ്റിംഗ് ഓർ ഇറ്റ് വിൽ ബി മിറ്റിഗേറ്റിംഗ് ഓർ വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിവിടെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ ബൈ ആൻഡ് സെൽ ഓൺലി, റൈറ്റ്. ബൈ ആൻഡ് സെൽ ഓൺലി എന്നുള്ള ഈ ഐഡിയയിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ആ സമയം കാണാൻ പറ്റത്തുള്ളൂ. സോ ഈ സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ ഞാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതേ സെനാരിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് ബയേഴ്സ് സെയിലിംഗ് ഓർ സെല്ലേഴ്സ് സെയിലിംഗ്. ഇറ്റ് ഇസ് ബയേഴ്സ് സെയിലിംഗ് സെനാരിയോ, റൈറ്റ്. ബയേഴ്സ് സെയിലിംഗ്. ബിക്കോസ് ഇവിടത്തെയും പാർട്ടിസിപ്പേഷൻ കൂടുതലും ബയേഴ്സ് പ്രൈസ് മുകളിലേക്ക് പോയല്ലോ.
അല്ലേ, വീണ്ടും വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് ഇവിടം വരെ 2 പ്രാവശ്യം പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇറ്റ്സ് ബയേഴ്സ്, ഓൾ ദ ബയേഴ്സ് ആർ ഫെയിലിംഗ്, അല്ലേ, ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ ആണ്. ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ ആൻഡ് പ്രൈസ് ഇസ് ട്രേഡിംഗ് നിയർ എവിടെയാണ്, ലിക്വിഡേഷൻ ഏരിയ ആൻഡ് പുൾ ബാക്ക് ഏരിയ ഓർ അവർ നമ്മുടെ ഇതിൻ്റെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ, അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ബൈങ്ങിലേക്ക് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ബെസ്റ്റ് പാർട്ട് ഓഫ് എൻട്രി എന്ന് പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ പ്രൈസ് ഇങ്ങനത്തെ ആക്ടിവിറ്റി കാണുമ്പോൾ യു നീഡ് ടു വെയിറ്റ് സം ടൈം ടു ബ്രേക്ക് ഔട്ട്. ഒരിക്കലും നമ്മളുണ്ടല്ലോ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു മാസസ് ഇല്ലാത്ത ഏരിയയിൽ കൂടെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴായിരിക്കണം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ദ പ്രോപ്പർ എൻട്രി. ബിക്കോസ് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, മാസസ് ഉള്ള ദീസ് ആർ ഓൾ മാസസ്, അല്ലേ. അപ്പോൾ ഈ മാസസ് ഇല്ലാത്ത ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് താഴോട്ടിറങ്ങി വരുമ്പോഴത്തേനും മാസസ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിൻ്റെ അട്രാക്ഷൻ ഇറ്റ് വിൽ ഗോ ലൈക്ക് എന്താ പറയുന്നത്, മാഗ്നറ്റ് ടു മെറ്റൽ എന്ന് പറയുന്ന പോലെ ഇറ്റ് വിൽ അട്രാക്ട്. അതാണ് എൻ്റെ കാര്യം. അപ്പം ഇവിടെ പ്രൈസ് വീണ്ടും വരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും, കൺസിസ്റ്റൻറ്റ് റാലി നടത്തുന്നു, റൈറ്റ്. നോക്കി, ഒരു കൺസിസ്റ്റൻറ്റ് റാലി നടത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ ഏരിയയിൽ ഈ 2 ക്യാൻഡിലും ഒരേ ഈക്വൽ ലോ പോലെയാണ് കിടക്കുന്നത്. കണ്ടോ, 2 ബൈയിങ്ങും ഒരു സെല്ലിങ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, 2 പ്രാവശ്യം ബൈയിങ് ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം സെല്ലിങ് വന്ന് ആ ബൈയിങ് അതിൻ്റെ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും പ്രൈസ് മുകളിൽ പോയിട്ട് താഴെയാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇങ്ങനെ മുകളോടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ നമ്മൾ അത് നോക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇനി നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് നമുക്ക് കാണും. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലേ. പുൾ ബാക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വന്നോ. അതിനുശേഷം എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ പ്രൈസ് ഇവിടെ എത്തി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ് ഓർ നോട്ട്. കണ്ടോ, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ്, അല്ലേ. റെഡും ഗ്രീനും എല്ലാം കൂടെ നോക്കി അപ്പോഴത്തേനും കാണാൻ പറ്റില്ല. ഇവിടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ്, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ്, അല്ലേ, ഇവിടെ വരെ നോക്കുമ്പോൾ. സോ എഗെയിൻ നമ്മൾ ഈ ഒരു ലിക്വിഡേഷൻ പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ വരുന്നതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് വി വിൽ ബി ഗെറ്റിംഗ് സം ഗുഡ് ടാർഗറ്റ്, അല്ലേ. നല്ലൊരു ടാർഗറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് മുകളിലേക്ക് പോവുകയും പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ബയർ ഷോഡ് അപ്പ്, ഫിനിഷ്, ബയർ ഷോഡ് അപ്പ്. അതാണ് ഇതിൻ്റെ കാര്യം. പ്രൈസ് ആക്ഷൻ്റെ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇതും കൂടെ നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് എ ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് അബൌട്ട് മാർക്കറ്റ്. അണ്ടർസ്റ്റുഡ്. പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുന്ന ഒരു രീതി നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനുശേഷം പ്രൈസ് നോക്കി, എത്ര മൊമെൻറ്റത്തിലാണ് പ്രൈസ് പോകുന്നതെന്ന് നോക്കി. ഇവിടെ നിന്ന് പ്രൈസ് എത്ര ടാർഗറ്റ് ഏകദേശം വരുന്നുണ്ട്. 3.1%, $2 ഡിഫറൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അറൗണ്ട് 400 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ നമ്മൾ നോക്കുമ്പോൾ. 400 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 400 പോയിൻറ്റ് എന്ന് പറയുന്നത് 100 പോയിൻറ്റ് 10 പോയിൻറ്റ് എന്ന് പറയുന്നതിനും ക്രൂഡ് ഓയിലിനകത്ത് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ഓർത്ത് നോക്കി. സോ നല്ല ട്രേഡ് സെറ്റപ്പ് കിട്ടുമ്പോൾ നമുക്ക് അതൊരു എന്നാ പറയുന്നത്, നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനും ഒക്കെ പറ്റും. ബട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പഠനമാണ്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള പഠനം ആണ് അതിൻ്റെ പുറകിലുള്ള ചെലവ് വികാരം എന്ന് പറയുന്നത്. ഇനിമേ അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു മണിക്കൂറോളമായി. അപ്പം ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ആക്ഷൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് പോലെ തന്നെ കമൻസ് വരിക. അപ്പോൾ പുതിയ വീഡിയോ വന്നിട്ടിരിക്കും. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.